പാറു നമ്മൾ ഫ്രണ്ടിൽ പോകുന്നുണ്ടല്ലേ, പാറു പറപ്പിച്ച് വിടുന്നുണ്ടല്ലോ. ആ ഭയങ്കര സ്പീഡിലാണ് പോകുന്നുണ്ടോ, പറപ്പിച്ച് വിടാൻ വിടുന്നത്. ഭയങ്കര ഓവർടേക്കിംഗ് ഒക്കെയാണ് പാറു കേട്ടോ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ച് തിരക്കിലായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ജോലി തിരക്ക്, ജീവിത തിരക്ക്, അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് വേണ്ടേ. അപ്പോൾ കണ്ടന്റ് കിട്ടാനുള്ള പ്രശ്നത്തിലാണ് ഞാൻ തപ്പി ഓടി ഇങ്ങനെ വലഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയുക ഒരു ഇത്. അപ്പോൾ എന്തായാലും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർ പലരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ എല്ലാവരും അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ പരമാവധി നിങ്ങളെ സുഹൃത്തുക്കളും നിങ്ങളെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലൊക്കെ അവർക്കും കൂടി കാണാൻ താല്പര്യമുള്ള വീഡിയോസ് മാത്രം നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. അതുപോലെ എൻ്റെ ചാനലിനൊന്ന് ദയവായി പ്രൊമോട്ട് ചെയ്യുക, ഞാൻ ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. എന്തായാലും എല്ലാവർക്കും വീണ്ടും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു മോളാണ്. ദുബായിലുള്ളൊരു മോളിൽ നമ്മൾ പോയി, ഈ അടുത്തൊരു പോയി. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബിൻ ബത്തൂത്ത മോൾ. ഇബിൻ ബത്തൂത്ത മോള് ശരിക്കും ഷെയ്ഖ് സായദ് ഹൈവേയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അബുദാബി ദുബായ് റോഡുണ്ടല്ലോ, അവിടെയാണുള്ളത്. അത് അബുദാബിക്കൊക്കെ എത്തുന്നതിന് മുമ്പ് കുറച്ച് മുമ്പായിട്ടാണ് അത് വരുന്നത്. അതുപോലെ തന്നെ അവിടെ കുറച്ച് അല്പം ദൂരമായതുകൊണ്ട് പൊതുവേ നമ്മളെ ദുബായിലെ ഈ ഭാഗത്തുള്ള സിറ്റിയിലൊക്കെ താമസിക്കുന്ന ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ പോകുന്നത് വളരെ കുറവാണ്. കൂടുതലും ആ ഭാഗത്ത് താമസിക്കുന്ന ഫൊർജാനിലും അവിടെയൊക്കെ താമസിക്കുന്ന ഫാമിലീസൊക്കെയാണ് ഫാമിലീസും ആൾക്കാരൊക്കെയാണ് അവിടെ കൂടുതൽ പോകുന്നത്. അപ്പോൾ ആ മോളിലെ ഒരു ഭാഗത്തെ കുറച്ച് കാഴ്ചകളാണ്. നമ്മൾ മൂവിയെല്ലാം കണ്ടു, മോളിൻ്റെ ഈ ചൈനീസ് തീംഡ് മോളിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ ഒരു
ഇൻറ്റീരിയർ, ഈ മോളിൻ്റെ ഒരു ഇൻറ്റീരിയർ കാണിക്കാൻ വേണ്ടി മാത്രം ഞാനിട്ട വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പറയില്ലേ, കണ്ടന്റിന് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല കണ്ടന്റ് കിട്ടുമ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ വീഡിയോസ് ആയിട്ട് വരാൻ സോറി. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു വെരി മച്ച്. ബൈ.